ഇന്ത്യ പാകിസ്ഥാൻ ദ ബിഗസ്റ്റ് റൈവറി മാച്ചിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം 61 റൺസിന്റെ ആധികാരിക വിജയമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയിരിക്കുന്നത്. പാകിസ്ഥാനെ കെട്ടിച്ചെന്ന് തന്നെ പറയാം. ഒരിക്കലും ഈ ഒരു T20 വേൾഡ് കപ്പിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു വിജയം. അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ ആധിപത്യം എന്ന് വിചാരിച്ചത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഈവൻ പാകിസ്ഥാൻ ഫാൻസ് ആണെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നത് നല്ലൊരു മത്സരമായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള മികച്ച പെർഫോമൻസും അവർക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇതൊരു സമ്പൂർണ്ണ ആധിപത്യ വിജയമെന്ന് ഞാൻ പറയുന്നത്. ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് 6 പേരടങ്ങുന്ന സ്പിൻ അറ്റാക്കുമായിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. ഷാഹിൻ അഫ്രീദി ഒഴികെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും സ്പിന്നേഴ്സാണ്. അത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഫാസ്റ്റ് ബൗളറേയും കൂടെ നോക്കാമായിരുന്നു. കാരണം ഷാഹിൻ അഫ്രീദിക്ക് അടി കൊണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കംപ്ലീറ്റ് അവരുടെ ഡിഫൻസും ഈ 6 ബൗളേഴ്സിലേക്ക് പോയി, 6 സ്പിൻ ബൗളേഴ്സിലേക്ക് പോയി. അതിൽ 1-2 ബൗളേഴ്സിന് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ താരിഖും അതോടൊപ്പം തന്നെ സായിം അയൂബും ഇവർ രണ്ടുപേരുടെയും ഏറ്റവും മികച്ച ബ്രില്ലിംഗ് ബൗളിംഗ് മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാന് ബാക്കിയുള്ളവർക്ക് ആർക്കും കാര്യമായി ഒന്നും ഇന്ത്യക്കെതിരെ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ത്യ ബാറ്റിംഗ് കളിച്ചപ്പോൾ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൽമാൻ തന്നെ ആദ്യമേ ബൗളിങ്ങിൽ ഇറങ്ങുന്നു. ഫസ്റ്റ് ഓവറിൽ തന്നെ അഭിഷേകിനെ പുറത്താക്കുന്നു. അഭിഷേകിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അഭിഷേകിന്റെ റീസെന്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവസാനത്തെ 5 കളിയിൽ 3 കളികളിൽ 0 റൺസിനാണ് അഭിഷേക് ഔട്ടായിരിക്കുന്നത്. അത് എടുത്ത് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സൽമാൻ ആഗയ്ക്ക് ഫസ്റ്റ് വിക്കറ്റ് ഇടുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ കോൺഫിഡൻസ് ഹൈലി പോകുന്നു. പക്ഷേ ഇഷാൻ കിഷൻ തന്റെ സ്വതസിദ്ധമായ ശൈലികൾ ഉപയോഗിച്ച് വീണ്ടും പാകിസ്ഥാനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ വളരെ ബാഡായിട്ട് വരുന്ന ബോളുകൾ മാത്രമാണ് ഫസ്റ്റ് രീതിയിലുള്ള അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ 6 ഓവറിൽ പവർ പ്ലേ കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം എനിക്കൊന്ന് 51 റൺസാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. പക്ഷേ തിലക് വർമ്മയാവട്ടെ 25 ബോളിൽ 24 റൺസ്. തിലക് വർമ്മ കൃത്യമായി സ്ട്രൈക്കുകൾ നടന്നു, അല്ലാതെ അനാവശ്യമായി വിക്കറ്റ് കളയാൻ ഇന്ത്യൻ ബാറ്റിംഗിൽ ശ്രമിച്ചില്ല. പക്ഷേ പാകിസ്ഥാന്റെ ബാറ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ അനാവശ്യമായിട്ടാണ് അവരുടെ വിക്കറ്റുകൾ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഫഷണലിസവും കറക്റ്റായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും തിലക് വർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് ഈ തിലക് വർമ്മയുടെ എടുത്തു പറയുന്നത്. കാരണം അവിടെ 1-2 വിക്കറ്റും കൂടെ പോവുകയാണെങ്കിൽ ഇന്ത്യ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കൃത്യമായ സ്ട്രൈക്ക് ഇഷാൻ കിഷന് കൊടുക്കുന്നു. ഇഷാൻ കിഷൻ ഒരു സൈഡിൽ നിന്ന് അടിച്ചു തകർക്കുന്നു. 6 മുതൽ 8 ഓവർ വരെ, അതായത് 6ാമത്തെ മുതൽ 8ാമത്തെ വരെ ഈ 2 ഓവറിൽ ഇന്ത്യ അടിച്ചു കൂട്ടിയത് 31 റൺസാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടോട്ടൽ 8 ഓവർ ആകുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ 81 റൺസിൽ എത്തിക്കുന്നു. ഇഷാൻ കിഷൻ അവിടെ വെച്ചാണ് ഔട്ട് ആവുന്നത്. അവിടെയാണ് നമ്മൾ 2 ബൗളേഴ്സിനെ പറ്റി എടുത്തു പറയുന്നത്. 10ാമത്തെ ഓവർ കഴിഞ്ഞ് എത്തിയ നമ്മുടെ താരിഖിനെയും ഉസ്മാൻ താരിഖും അതോടൊപ്പം തന്നെ സായിം അയൂബിനെ. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വളരെ അണ്ടർ പ്രഷറിലായിരിക്കും ഈ സായിം അയൂബായിട്ടുള്ള ഇവരെ എല്ലാവരും കളിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കളിക്കാരും ഇന്ത്യക്കെതിരെ ഫസ്റ്റ് കളിക്കുന്ന ഒരു ഇൻഎക്സ്പീരിയൻസ് പാകിസ്ഥാൻ ടീമിനെയാണ് ഇന്ന് അവർ കളിപ്പിക്കാൻ ഇറക്കിയത്. ബാബർ അസം പോലുള്ള കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷാഹിൻ അഫ്രീദി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് വളരെയധികം കുറവായിരുന്നു എന്ന് പറയാം. അത് അവരുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പേരുകൾ നമുക്ക് ഒരു കാരണവശാലും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. സായിം അയൂബ് 4 ഓവറിൽ നിന്ന് 25 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് സായിം അയൂബ് കൊടുത്തത്. കൃത്യമായ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബൗളിംഗ് ആണ്. ഇതിലാണ് ഞാൻ പാകിസ്ഥാനെ എടുത്തു പറയുന്നത്. ഇവരുടെ ഈ 2 സെലക്ഷൻ നമ്മുടെ താരിഖിലേക്ക് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് ഉസ്മാൻ താരിഖ് മികച്ച രീതിയിൽ ബൗൾ ചെയ്യും. കാരണം ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിന്നർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ 2025-2026 കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ ഈ സ്പിന്നർ വളർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ആവട്ടെ, അദ്ദേഹം അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിറിയുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായുള്ള കാര്യമാണ്. അത്ര സ്ട്രെങ്ത് ആ ഫിംഗേഴ്സിനുണ്ടായിരിക്കണം. അതും ബോൾ കൃത്യമായി ടേൺ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സൂര്യകുമാർ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഓവേഴ്സ് എത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ റൺസ് ഒഴുക്ക് വളരെയധികം കുറഞ്ഞിലേക്ക് പോകുന്നത്. സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. യാദവിന് നേടാൻ സാധിച്ചത് 32 റൺസാണ്. അതും 29 ബോൾ നേരിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഹാർദിക് പാണ്ഡ്യ വന്ന ഉടനെ തന്നെ, കാരണം ആ പിച്ചിൽ അങ്ങനെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബാറ്റിംഗ് രീതി ഒരിക്കലും കാഴ്ചവെക്കാൻ പാടില്ല. എന്താണോ ഹാർദിക് പാണ്ഡ്യ ചെയ്തത് അത് എക്സാക്ട്ലി ആണ് പാകിസ്ഥാന്റെ ഓരോ ബാറ്റ്സ്മാൻമാരും ചെയ്തത്. അതാണ് പാകിസ്ഥാന് പറ്റിയത്. ആ പിഴവ് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും പറ്റിയത്. ഫസ്റ്റ് ബോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടിച്ചു പോക്കുന്നു, കൈയൊഴിച്ച് ഗോൾഡൻ ടക്കാവുന്നു. പക്ഷേ അതിനുശേഷം വന്ന ശിവൻ ദുബെയും റിങ്കു സിംഗും അവസാന ഓവറുകൾ തകർത്തടിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ. ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള 175 റൺസ് എന്ന രീതിയിലുള്ള നല്ലൊരു മികച്ച ടോട്ടൽ എടുക്കാൻ പറ്റുന്നത്. കാരണം ആ ഒരു വലിയൊരു ഗ്രൗണ്ടാണ്, ആ
ഗ്രൗണ്ടിൽ 170 റൺസ് എന്ന് പറയുന്നത് ഒരു മികച്ച ടോട്ടൽ തന്നെയായിരുന്നു. ഇത് നേരിടാൻ വരുന്ന പാകിസ്ഥാന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ ടീമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഓവറുകളിൽ ഫസ്റ്റ് ഓവർ എറിയാൻ കൊണ്ടുവന്ന് ഇന്ത്യ പക്ഷേ നേരെ ഉപയോഗിച്ചത് ഇന്ത്യയുടെ ഫാസ്റ്റ് അറ്റാക്കിനെയാണ് ഉപയോഗിച്ചത്. ഫസ്റ്റ് ഓവർ എറിയാൻ വരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഫസ്റ്റ് ഓവറിൽ തന്നെ ഫർഹാൻ, അവരുടെ ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാനാണ് ഫർഹാനെ തൂക്കാൻ സാധിക്കുന്നു. അടുത്ത ഓവർ എറിയാൻ വരുന്ന തൊട്ട് പുറകെ എറിയാൻ വരുന്ന ബുംറയ്ക്കും നല്ല ഉഗ്രൻ യോക്ക ബോളിലൂടെ നമ്മുടെ സായിം അയൂബിനും പുറത്താക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ടോപ്പ് ഓർഡർ ക്ലാഷിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ബാബർ ആസമിനെ ആയിരുന്നു. ബാബർ ആസമിൻ്റെ ഒരു ക്ലാസിക് പെർഫോമൻസ് അല്ലെങ്കിൽ ക്ലാസിക് ബാറ്റിംഗ്, ആ പിച്ചിൽ കുറച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മികച്ച ബാറ്റിംഗ് ബാബർ ആസമിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാബർ ആസം വളരെ രീതിയിലുള്ള ഒരു ഷോട്ട് കളിക്കാനായിട്ട് നോക്കിയിട്ടാണ് ബാബർ അസം പുറത്താകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് വരുന്ന ഒരു ബാറ്റ്സ്മാനും, അതായത് ഉസ്മാൻ ഖാൻ ഒഴികെ ഒരു ബാറ്റ്സ്മാനും അവിടെ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ ബൗളേഴ്സിന് സ്പിന്നായിട്ടെ ഫാസ്റ്റ് ആവട്ടെ ആർക്കെതിരെയും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഉസ്മാൻ ഖാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ബാറ്റ് ചെയ്തത്. അദ്ദേഹം 34 ബോളിൽ 44 റൺസ് അടിക്കുകയും ചെയ്തു. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. ഒരു ബൗളേഴ്സിനെയും എല്ലാവരെയും ഒരേ രീതിയിൽ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനോ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനോ ആരും, ഒരു പക്ഷേ ഒരു ബാബർ അസം കൂടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മികച്ചൊരു രീതിയുമായിട്ട് ഒരു തിലക് വർമ്മ കൊടുത്തൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു മികച്ച പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തകർച്ച പാകിസ്ഥാന് നേരിടത്തില്ലായിരുന്നു. ഇപ്പം ഒന്ന് ആലോചിക്കുക, വെറും 114 റൺസാണ് അവർക്ക് നേടാൻ, അവരുടെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടലാണ് ഇന്ത്യക്കെതിരെ ഇപ്പം T20 വേൾഡ് കപ്പിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുവർ പെർഫോമൻസിലേക്ക്, അതും പാകിസ്ഥാനെ പോലുള്ള മികച്ച ക്രിക്കറ്റ് ടീമുള്ളവരിൽ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ബൗളിംഗ് അറ്റാക്ക് വരണമെങ്കിൽ എല്ലാവരും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന. ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 16 റൺസിന് 2 വിക്കറ്റ്, എല്ലാവരും 2 വിക്കറ്റ് വെച്ചിട്ടാണ്. ജസ്പ്രീത് ബുംറ ആണെങ്കിൽ 2 വിക്കറ്റ്, അക്സർ പട്ടേൽ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, കുൽദീപ് യാദവും തിലക് വർമ്മയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുന്നത്. സോ സമ്പൂർണ്ണ ആധിപത്യം ബൗളിംഗിൽ ബാറ്റിംഗിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം. 61 റൺസിന്റെ തകർപ്പൻ വിജയം. ഇതോടുകൂടി ഇന്ത്യ സൂപ്പർ 8-ൽ കയറുകയും ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരായിരിക്കും, USA ആണോ പാകിസ്ഥാനാണോ കയറുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് പാകിസ്ഥാന് തന്നെ ആയിരിക്കും. സോ പാകിസ്ഥാൻ തന്നെ ആയിരിക്കും കയറാനുള്ള ചാൻസ് ഉള്ളത്. എന്തായാലും വരും മത്സരങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ ദ ബിഗസ്റ്റ് റൈവറി മാച്ചിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം നേടി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കുറേ ദിവസങ്ങളായി കാത്തിരിക്കുന്ന മാച്ചായിരുന്നു. അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് കൂറ്റൻ ജയം. എന്തായാലും വരും മത്സരങ്ങളിൽ ഇനി സൂപ്പർ 8 മത്സരങ്ങളെല്ലാം കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.